എല്ലാവർക്കും നമസ്കാരം. ഇതിന് തൊട്ട് മുന്നുള്ള എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് PSCക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ SCERTയുടെ പാഠഭാഗങ്ങളും ഞാൻ നിങ്ങൾക്ക് ക്ലാസ്സായിട്ട് എടുത്തു തരാമെന്ന്. നിങ്ങളിൽ താല്പര്യമുള്ള ആളുകൾ അതൊന്ന് കമൻ്റായിട്ട് ഇടാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പേരൊക്കെ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് വീഡിയോൻ്റെ താഴെ കമൻ്റ് ഇട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കെല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ക്ലാസ്സുകൾ വ്യാഴാഴ്ച തുടങ്ങിയിട്ട് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ വ്യാഴാഴ്ച വരെ നിങ്ങളൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യണേ. വ്യാഴാഴ്ച തുടങ്ങിയിട്ട് നമുക്ക് എല്ലാ ഭാഗങ്ങളും അടിപൊളിയായിട്ട് തന്നെ പഠിച്ച് തീർക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ജനുവരി 29-നാണ്, അതായത് മറ്റന്നാൾ. ഈ ആഴ്ച തുടങ്ങാമെന്ന് ഞാൻ പറഞ്ഞെങ്കിലും അത് ഇത്ര ദിവസം നീളുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. കാരണം വേറൊന്നല്ല, കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ വന്നു. തൊണ്ടയ്ക്ക് ഭയങ്കര ഇൻഫെക്ഷനായി. അപ്പോൾ സൗണ്ടൊന്നും ഒട്ടും എടുക്കാൻ പറ്റിയിരുന്നില്ല. ഇപ്പോഴും അത് ക്ലിയർ ആയിട്ടില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ 2-3 ദിവസമായിട്ട് വീഡിയോസ് തന്നെ ഇടാതിരുന്നത്. ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും അത് കുറേ മാറിക്കിട്ടി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മറ്റന്നാൾ തുടങ്ങിയിട്ട് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞത്. പിന്നെ നമ്മൾ ക്ലാസ് തുടങ്ങുമെന്ന് പറയുമ്പോൾ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടാവും, എങ്ങനെയാണ് ക്ലാസ് പഠിക്കുന്നത്, ഏത് ഭാഗമൊക്കെയാണ് പഠിപ്പിച്ച് തരുന്നതെന്ന്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ക്ലാസ്സുകൾ SCERTയുടെ ഒറിജിനൽ PDF വെച്ചിട്ടാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. അത് സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് എടുക്കാൻ കിട്ടും. അതിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കാനുള്ള പോയിൻറ്റ്സ് എല്ലാം ഞാൻ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് പാഠഭാഗങ്ങൾ പറഞ്ഞു തരും. പിന്നെ എടുക്കുമ്പോൾ 5-ാം ക്ലാസ്, 6-ാം ക്ലാസ്, 7-ാം ക്ലാസ് അങ്ങനെ ഒരു ഓർഡറിലാണ് നമ്മൾ എടുത്തു പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ 3-ാം ക്ലാസ്സിലെയും 4-ാം ക്ലാസ്സിലെയും പാഠഭാഗങ്ങൾ കൂടിയിട്ട് കവർ ചെയ്യാനുണ്ട് കേട്ടോ. അതിൻ്റെ EVSൻ്റെ ഭാഗങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഞാൻ ഇത് പറയുമ്പോൾ ചിലർക്കൊക്കെ തമാശയായിട്ട് തോന്നാമെങ്കിലും നമ്മളുടെ PSC പുതിയതായിട്ട് മാറി വന്ന SCERTയുടെ ടെക്സ്റ്റ് ബുക്ക്, അത് 3-ാം ക്ലാസ്സിലെ EVSൻ്റെ പാഠഭാഗത്തു നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, മഞ്ഞപ്പാപ്പാത്തി എന്തിൻ്റെ ഇനമാണെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ആ ചോദ്യം ചോദിച്ച സമയത്ത് നമ്മൾ സാധാരണ ഒരു റാങ്ക് ഫയൽ മേടിക്കുമ്പോൾ തന്നെ അതിൽ 5-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയുള്ള ഭാഗങ്ങളാണ് ഉൾപ്പെടുത്താറ്. അപ്പോൾ സാധാരണ ആരും 3-ഉം 4-ഒന്നും പാഠഭാഗങ്ങൾ തപ്പി പോവാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്കൊക്കെ ആ ഒരു ക്വസ്റ്റ്യൻ വന്നപ്പോൾ അതെന്താണെന്ന് കിട്ടാതിരിക്കുന്ന കുറേ പേര് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞത്, നമുക്ക് 3-ാം ക്ലാസ്സും 4-ാം ക്ലാസ്സും ഒക്കെ കവർ ചെയ്യാനുണ്ടെന്ന്. അത് നമുക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ ഒരു ദിവസം കവർ ചെയ്ത് പോകാം. എങ്കിലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 5-ാം ക്ലാസ് തുടങ്ങിയിട്ട് തന്നെയാണ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് SCERTയുടെ പാഠഭാഗങ്ങൾ മാത്രം പഠിച്ചതുകൊണ്ടായില്ല. ഓരോ പാഠഭാഗങ്ങളുടെ ഒപ്പം തന്നെ നമുക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻ പൂളിൻ്റെ ഭാഗങ്ങളും പിന്നെ ടീച്ചേഴ്സ് ഹാൻഡ് ബുക്ക് ഉണ്ട്, അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ തരുന്ന ക്ലാസ്സുകളിൽ ഞാൻ ഈ ക്വസ്റ്റ്യൻ പൂളും പിന്നെ ടീച്ചേഴ്സ് ഹാൻഡ് ബുക്കൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ചെറിയ ക്ലാസ്സുകൾ, അതായത് 5-6 ക്ലാസ്സുകളൊക്കെ ആകുമ്പോൾ നമുക്ക് അതിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് കവർ ചെയ്യാം. അതായത് ആദ്യം 5-ാം ക്ലാസ്സിലെ സയൻസ് പാർട്ട് 1 കവർ ചെയ്യാം, പിന്നെ പാർട്ട് 2 കവർ ചെയ്യാം. അങ്ങനെ സയൻസ് വിഷയങ്ങൾ എടുത്ത് തീരുമ്പോൾ നമ്മൾ അതൊക്കെ പഠിച്ച് തീർന്നതിന് ശേഷം മാത്രം നമ്മൾ ക്വസ്റ്റ്യൻ പൂളിക്കും ടീച്ചേഴ്സ് ഹാൻഡ് ബുക്കിലേക്കൊക്കെ പോകാമെന്നാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ പൂളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ച ഭാഗത്തു നിന്നാണ് അറ്റൻഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കുറേ ഭാഗങ്ങളൊക്കെ നമുക്ക് ആൻസർ ചെയ്യാൻ കിട്ടും. അപ്പോൾ നമുക്കതൊരു കോൺഫിഡൻസ് ലെവൽ കൂട്ടുന്നൊരു കാര്യമാണ് കേട്ടോ. അല്ലാണ്ട് വെറുതെ നമ്മൾ ഒന്നും പഠിക്കാതെ വെറുതെ ക്വസ്റ്റ്യൻ പൂൾ എടുത്തിട്ട് അതിലെ ക്വസ്റ്റ്യൻസൊക്കെ പഠിക്കുക, അതിനൊരു ഇൻട്രസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാൻ അങ്ങനെയൊക്കെയാണ് പഠിച്ചിരുന്നത്. ആദ്യം പാഠഭാഗങ്ങൾ തീർക്കുക, പിന്നെ ക്വസ്റ്റ്യൻ പൂൾ പഠിക്കുക. അപ്പോൾ അതാണ് കൂടുതൽ എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതന്നെ ഞാനിവിടെ ക്ലാസ്സിലും അങ്ങനെ തന്നെ പറഞ്ഞു തരാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ കുറേ പേര് എൻ്റെ അടുത്ത് ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് കമൻ്റ് ഇടുന്നുണ്ട്. ഈ യൂട്യൂബ് ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിപ്പോഴും വർക്കിംഗ് ആണ്, ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാർക്ക് ആ ലിങ്ക് വഴി ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാം. അവിടെ ഞാൻ ഡെയിലി പഠിക്കാൻ ടൈം ടേബിൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളുടെ പ്രിലിമിനറി എക്സാം ജൂലൈയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് എക്സാം കലണ്ടറിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ജനുവരിയിൽ ഇനി നമുക്ക് അധികം ദിവസങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇനി ഫെബ്രുവരി തുടങ്ങി കൂട്ടിയാലും ജൂൺ വരെ 5 മാസമാണ് കിട്ടുന്നത്. ജൂലൈ 1 എക്സാം സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് ജൂലൈ മാസവും
കൂട്ടാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഏകദേശം 5 മാസം നമുക്ക് പ്രിലിമിനറിക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കാനുള്ള സമയമെന്ന് കണക്ക് കൂട്ടിയത്. അപ്പോൾ എല്ലാവരും നമ്മളെ കഴിവിൻ്റെ മാക്സിമം എഫേർട്ട് എടുത്തിട്ട് മാക്സിമം പഠിക്കുക. സമയത്തിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ജീവിതത്തിൽ. അപ്പോൾ ഇപ്പം കിട്ടിയ സമയം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക. ഇനി അടുത്തൊരു അവസരത്തിന് വേണ്ടി ആരും കാത്തിരിക്കേണ്ട. എല്ലാവരും നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഇനി അവസരങ്ങളുണ്ട് എന്ന് പറഞ്ഞ് മാറ്റി നിർത്താതെ എത്രയും പെട്ടെന്ന് നമുക്കത് നേടിയെടുക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് നമ്മളത് നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുക. ഒരു ജോലി നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ ഇങ്ങനെ കഷ്ടപ്പെട്ട് പഠിക്കാൻ തയ്യാറാവണതിൻ്റെ കാരണം ആ ജോലി നമ്മളെ ജീവിതത്തിൽ അത്ര അത്യാവശ്യമുള്ളത് കൊണ്ടല്ലേ. ആ ഒരൊറ്റ ചിന്ത എപ്പോഴും നമ്മളുടെ മനസ്സിലുണ്ടെങ്കിൽ തന്നെ നമുക്ക് പഠിക്കാനുള്ളൊരു ഊർജം അത് എപ്പോഴും നമ്മളെ മൈൻഡിന് ഇങ്ങനെ സെറ്റാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക കേട്ടോ.